Hello everyone, welcome back to Shibla's Kitchen. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് കേക്ക് ഡെക്കറേഷൻ ആണ്. അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഹാർട്ട് ഷേപ്പിലേക്ക് മാറ്റുക എന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഇത് ബർത്ത്ഡേ ഒക്കെ ചെയ്തൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നാളെ വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തീമിൽ വരുന്ന കേക്ക് ആയതുകൊണ്ട് ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് HBD മൈ ലവ് എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ ഇത്. അപ്പോൾ അതാരും കാര്യമാക്കണ്ട, നമുക്ക് എങ്ങനെയാണ് റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ഹെയർ ഷേപ്പിലോട്ട് മാറ്റാമെന്നല്ലേ അറിയേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുള്ളൊരു കേക്ക് എടുത്തിട്ടുണ്ട്. രാത്രി തന്നെ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു. അപ്പോൾ ഏതൊരു ഫ്ലേവറിലുള്ള കേക്കാണെങ്കിലും നമ്മളിതുപോലെ റൗണ്ട് ഷേപ്പിൽ ക്രം കോട്ടിങ് ചെയ്തിട്ട് വെക്കുക. ഈ ഒരു ക്രം കോട്ടിങ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ഒരു മിനിമം ഒരു 5-6 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഹേർട്ട് ഷേപ്പിലോട്ട് മാറ്റാനായിട്ട്. ഇപ്പം ഞാൻ റൗണ്ട് ബേസിൽ നിന്നും 1 kg ബേസിൽ നിന്നും 2 kg ബേസിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ഹേർട്ട് ഷേപ്പ് ആക്കുമ്പോൾ കുറച്ചും കൂടി സ്പേസ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി വലിയൊരു ബേസിലോട്ട് ഞാൻ ഇനി നമുക്ക് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് കറക്റ്റ് ഒരു ജസ്റ്റ് ഇങ്ങനെ മാർക്കാക്കി കൊടുക്കുക. ഒരു ഇങ്ങനെ കോൺ പോലെ ജസ്റ്റ് ഒരു വി പോലെ മാർക്കാക്കി കൊടുക്കുക. വി പോലെ മാർക്കാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വി പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ തന്നെ ഈ സൈഡിൽ നിന്നും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇതാ കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ ഒരു കോർണർ നമുക്ക് ബാക്ക് കോർണർ ഹേർട്ടിൻ്റെ ബാക്ക് കോർണർ കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പീസ് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് വെക്കുക. ഇതുപോലെ വെക്കുക. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് നല്ലതുപോലെ സെറ്റായിട്ട് വേണം ഇങ്ങനെ ചെയ്യാനെന്ന്. അപ്പോൾ സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പൊടിഞ്ഞിട്ടും പിന്നെ ക്രീം ഒരു സെറ്റാവാത്ത കാരണം നമുക്കങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് സെറ്റാവണം എന്ന് പറഞ്ഞത്. അപ്പോൾ 2 സൈഡിൽ നിന്നും ഇതുപോലെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഹേർട്ട് ഷേപ്പ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ നമുക്കിത് കുറച്ചും കൂടി ഷേപ്പാക്കി എടുക്കാനുണ്ട്. ജസ്റ്റ് ഇതുപോലെ നമ്മൾ വെച്ചിട്ട് നല്ലതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. നമ്മൾ ഈ ഒരു പലറ്റ് നൈഫ് വെച്ചിട്ടൊന്നും ഇതുപോലെ അമർത്തി കൊടുത്താലൊന്നും നിൽക്കില്ല കേട്ടോ. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം അത് സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു കോർണർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ചെറിയൊരു പീസ് കേട്ടോ, ചെറിയൊരു വി ഷേപ്പിലുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത്രയും ചെറിയൊരു പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിത് കാണിച്ചു തരാം, തിരിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം കാണുന്നില്ലേ, നല്ല ഹേർട്ട് ഷേപ്പായിട്ട് കാണുന്നില്ലേ. ഇനി നമുക്കിതൊന്ന് ബാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം ജസ്റ്റ് ലെവലാവാത്ത ഭാഗമൊക്കെ ഇതുപോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേ ക്രീം വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നിങ്ങനെ തെന്നി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഈ ഉള്ള ക്രീം വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്തൊന്നും ഇപ്പോൾ ക്രീം ഇല്ലാണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്യുമ്പം ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. മാത്രമല്ല ഈ ഒരു കേക്കിന് ഞാൻ വൈറ്റ് ഫൈനൽ കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ടോഫി നട്ട്സ് ഫ്ലേവറിലുള്ള കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ജസ്റ്റ് ക്രം കോട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ എന്താ പറയുക, കുറച്ച് ഒരു തിന്നായിട്ട് കൊടുത്താൽ മതി, തിന്നായിട്ടുള്ള കോട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ക്രീം കൂടിപ്പോവും. ക്രീം കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹേർട്ട് ഷേപ്പിൻ്റെ കേക്ക് വരുമ്പം അല്ലെങ്കിൽ നമുക്ക് സ്ക്വയറിൻ്റെ കേക്ക് വരുമ്പോഴൊക്കെ അത് കോർണർ സെറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രം കോട്ടിങ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാം. അപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്യാനായിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ക്രീം ഫില്ലാക്കിയിട്ടാണ് ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ട് 10 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഐസിങ് ചെയ്യാൻ പറ്റും. 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ.
അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വൈറ്റ് ആൻഡ് റെഡ് തീമിൽ വരുന്ന കേക്കാണിത്, അതുകൊണ്ട് തന്നെ വൈറ്റ് ക്രീമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ക്രീമിൽ ചേർത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ മുകളിലോട്ട് ഞാനിതുപോലെ തന്നെ ഐസിങ് നൈഫിൽ തന്നെ ക്രീമാക്കി കൊടുത്തിട്ട് ആദ്യം ഇതുപോലെ മുകൾ ഭാഗം ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വാട്ടർ ലെവൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹേർട്ട് ഷേപ്പ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. സൈഡ് ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ക്രീം പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, വീണ്ടും അവിടെ ഫില്ല് ചെയ്തിട്ട് വീണ്ടും ഒന്ന് വലിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ചെയ്യും പോലെയല്ല കേട്ടോ ഹേർട്ട് ഷേപ്പിലുള്ളത്. അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ വരുന്ന കേക്കൊക്കെ ചെയ്യാൻ കുറച്ച് പാടാണ്. അത് ഷാർപ്പ് എഡ്ജസ് വരുത്തിക്കാൻ കുറച്ച് പാട് തന്നെയാണ്. റൗണ്ട് ഷേപ്പിലുള്ളത് നമുക്ക് പെട്ടെന്ന് ഷാർപ്പ് എഡ്ജ് കിട്ടും. പക്ഷേ ഹേർട്ട് ഷേപ്പിലുള്ളതും സ്ക്വയർ ഷേപ്പിലുള്ളതും കുറച്ചും കൂടി നമ്മൾ കൂടുതൽ സമയം അതിന് ചിലവഴിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഷാർപ്പ് എഡ്ജസ് കിട്ടുള്ളൂ. ക്രീം ആവാത്ത സ്ഥലത്തൊക്കെ ഈ ഒരു കേക്കിൻ്റെ ക്രംസ് കാണുന്ന സ്ഥലത്തൊക്കെ ഒന്നും കൂടി ക്രീം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. സൂക്ഷിച്ചിട്ട് ചെയ്യണം. പിന്നെ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ പലറ്റ് നൈഫ് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പലറ്റ് നൈഫ് ടച്ച് ചെയ്യുന്ന ഭാഗത്തു നിന്നും ക്രീം വീണ്ടും പോവും, അപ്പോൾ ഒരു ഭംഗിയില്ലാണ്ടാവും. അപ്പോൾ നമ്മൾ കേക്കിലോട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് വീണ്ടും പലറ്റ് നൈഫ് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഷാർപ്പ് എഡ്ജ് വരുത്തിയിട്ടുണ്ട്, ഹേർട്ട് ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ബോർഡും ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഏത് ഫോണ്ടൻ്റ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. ഇപ്പം ഞാൻ റെഡ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. സൂപ്പർ റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ള ക്രീം എടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വൺ സൈഡിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഹേർട്ട് ഷേപ്പിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇപ്പം നോസിലൊന്നും ഇട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഹോളാക്കി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ക്രീം ഇങ്ങനെ ആക്കി കൊടുക്കുക, ഈ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുക. എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് പോവില്ല, ലൈന് എൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ കാണാനൊരു നല്ല ഭംഗിയും ആണ്. സൈഡിലും ഇതുപോലെ തന്നെ ഇതേ ഡിസൈന് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇങ്ങനെ കേക്ക് ബോർഡ് പൊക്കി പിടിച്ചിട്ട് സൈഡിൽ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആ ഒരു നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിഴിയുമ്പം ശ്രദ്ധിക്കണം, ഒരുപാട് ഓവറായിട്ട് അങ്ങ് വീഴാൻ പാടില്ല. ഓവറായിട്ട് വീണ് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി കിട്ടില്ല. ചെറിയൊരു ഹോള് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, വലിയ ഹോളും ആക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഈ ഒരു ഡിസൈനും കൂടി ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു റോസും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ വാലന്റൈൻസ് ഒക്കെ ആകുമ്പോൾ നല്ല റെഡ് കളറിലുള്ള റോസൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഭംഗി ഉണ്ടാവും. ഞാനിപ്പോൾ പിങ്ക് കളറിലുള്ളതാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് റോസാണ് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് റോസ് ഞാൻ ഈ ഒരു ഡിസൈൻ വരച്ചതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബഡ്സും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ. അപ്പോൾ അത് നമുക്ക് ഫ്ലവർ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും, വൈറ്റ് കളറിലുള്ളത് ഗ്രീൻ കളറിലുള്ളതൊക്കെ. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് ഈ ഫ്ലവറിന് ചുറ്റുമായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഞാൻ ജസ്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് എങ്ങനെയാണ് ഹേർട്ട് ഷേപ്പിലോട്ട് മാറ്റുക എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് മെയിനായിട്ട്. അപ്പോൾ വൺ സൈഡ് ഇതുപോലെ ചെയ്ത സ്ഥിതിക്ക് മറ്റേ സൈഡ് നമുക്ക് ബോർഡർ വരച്ചു കൊടുക്കാം. ഇപ്പോഴും നോസിൽ ഇട്ടിട്ടില്ല കേട്ടോ, ആ ഒരു ഹോള് തന്നെയാണ്. ആ ഹോള് കുറച്ചൊന്ന് ഞാൻ വലുതാക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ബോർഡർ കിട്ടും. ഇനി നിങ്ങൾക്ക് നോസിലിട്ടിട്ട് ബോർഡർ വരക്കണം എന്നുണ്ടെങ്കിൽ നോസിലിട്ടിട്ട് ബോർഡർ വരച്ചാലും മതി കേട്ടോ. അപ്പോൾ താഴെയും മുകളിലും ആയിട്ട് ഞാൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സിമ്പിളായിട്ടുള്ള കേക്ക് ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആ ബാക്കിയുള്ള ഭാഗത്ത് എന്താണോ നിങ്ങൾക്ക് എഴുതേണ്ടത് അത് എഴുതാം. ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് വേണമെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കുക. അതല്ല ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുക. നിങ്ങളുടെ ആ തീം എന്താണെന്ന് അത് എഴുതി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ എഴുതിയത് HBD മൈ ലവ് എന്നാണ്. അപ്പോൾ ഫോണ്ടിൻ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലെറ്റേഴ്സാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡെക്കറേഷൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ